ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് നേരമൊന്നുമില്ല കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എന്തിനാ കാന്താരി മുളക് പറിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. കാന്താരി മുളക് പറിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല കോമ്പിനേഷനാണ് കാന്താരി മുളക് ചമ്മന്തി. കാന്താരി മുളക് ചമ്മന്തി കഴിക്കുമ്പോൾ നമ്മുടെ പ്രഷറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, അതുപോലെ തന്നെ കാന്താരി മുളക് ചമ്മന്തി. സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ കഴിക്കാനായിട്ട്. ആ ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറും കൂടെയൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പലഹാരങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ്. പിന്നെ അതിന് ശേഷം മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ മസാല ദോശ തയ്യാറാക്കാറുണ്ട് കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ കാന്താരി മുളക് ഒരു പിടി വേണ്ടേ, എങ്കിലേ നല്ലൊരു എരിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ അയ്യത്തും അതുപോലെ തന്നെ മുറ്റത്തും ഒക്കെ കാന്താരി മുളകുണ്ട്. നല്ല എരിവുള്ള കാന്താരി മുളകാണ്. അപ്പോൾ ഇത് പറിച്ചിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ചെറിയ കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവാപ്പൊടി തലേന്ന് ചേർത്ത് വെച്ചാൽ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റും കിട്ടും കേട്ടോ. ഇഡ്ഡലിക്ക് ഞാനിവിടെ കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത്, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത്, മുളക് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഗ്യാസിലാണ് കേട്ടോ ഇഡ്ഡലി വയ്ക്കുന്നത്. സാധാരണ അടുപ്പിലാണ് വയ്ക്കുന്നത്. ഇന്ന് ഗ്യാസ് വയ്ക്കാൻ കാരണം രാവിലെ മോൾക്ക് സ്കൂളിൽ പോകാറായി. അപ്പോൾ രാവിലെ അവൾക്ക് കാപ്പി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ ഗ്യാസിൽ തന്നെ ഇഡ്ഡലി വയ്ക്കുന്നത്. ഇനി ഇഡ്ഡലി നമ്മൾ സാധാരണ എടുക്കുമ്പോഴേ അടി പിടിക്കാറില്ലേ? വെന്ത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ തേച്ച് കൊടുത്തതിന് ശേഷം ഇഡ്ഡലി തട്ടിലോട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഇളകി വരും. അപ്പോൾ അതാ കാന്താരി മുളക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് സവാളയും തേങ്ങയും കാന്താരി മുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. നമ്മൾ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചൂടാക്കി അങ്ങ് തിളപ്പിച്ചെടുക്കല്ലേ കേട്ടോ. അതൊരു രസവും കാണില്ല കഴിക്കാനായിട്ട്. സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലി തന്നെയാണ്. ബാക്കി എല്ലാവർക്കും കൂടെ ദോശയാണ് ഇഷ്ടം. ഇഡ്ഡലി എന്താണെന്ന് അറിയത്തില്ല, എത്ര കഴിച്ചാലും മടുക്കത്തില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ഈ തിളച്ച എണ്ണയിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴേ അത് പൊട്ടിത്തെറിക്കില്ലേ? അതെന്തോ കൂടുതൽ നമ്മൾ നനഞ്ഞ് കൈയോട് കൂടി കറിവേപ്പില കഴുകിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കറിവേപ്പില ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. ഞാൻ ഒറ്റയടിക്ക് മാറി നിൽക്കും. ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് പുറത്തൊന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറി നിന്നിട്ടാണ് കേട്ടോ കറിവേപ്പില ഇടുന്നത്. ചമ്മന്തി നല്ല അടിപൊളിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടേ തിള വരുമ്പോഴേ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തങ്ങ് ഗ്യാസ് ഓഫാക്കിയാൽ മതി. അടുത്ത ചായ പരിപാടിയാണ്. ഇപ്പം ഞാനിടുന്നത് തേയിലയാണ്. തേയില ചായയാണ് ഇടുന്നത്. വെച്ചാൽ കട്ടൻ ചായ. അപ്പം വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ തേയില ഇട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പാൽ ചായ ഇല്ലേ, പാൽ ചായ തയ്യാറാക്കുമ്പോൾ ചിലർ വെള്ളത്തിനകത്ത് തേയില അങ്ങ് നേരത്തെ ഇട്ട് വെച്ച് പാലും കൂടെ ഒഴിച്ച് വെച്ച് ഒരുമിച്ച് തിളപ്പിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ആ ഒരു ചായ നല്ല ഒരു ഗുണമില്ലാത്തൊരു ചായയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ ഒരു 3 മിനിറ്റെങ്കിലും തിളച്ചതിന് ശേഷം തേയില ഇട്ട് 1 മിനിറ്റ് തിളച്ചതിന് ശേഷം മാത്രം പാലൊഴിച്ചാൽ നല്ല സൂപ്പർ ചായ കിട്ടും. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. തേയിലയൊക്കെ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് മോളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെറും ചായയൊക്കെ ഇട്ട് കുടിക്കുവാണ്. അപ്പോൾ ഇത് കണ്ടു, ഷുഗർ ഇല്ലാത്ത ബിസ്ക്കറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഞാൻ 2 ഷുഗർ ഫ്രീ ബിസ്ക്കറ്റും അതുപോലെ തന്നെ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഡയറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ചുമ്മാതെയാണ് കേട്ടോ ഡയറ്റ് എടുക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ഡയറ്റ് കൊടുത്ത് എക്സർസൈസും ചെയ്തതിന് ശേഷം പിന്നെ ഡയറ്റ് എടുക്കുന്നത് അടുത്ത മാസമാണ്, അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത ഡയറ്റ് എടുക്കുന്നത്. നടക്കത്തേയില്ല. എനിക്കാണെങ്കിൽ വിശപ്പ് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. വലിച്ചു വാരി ഒരുപാട് കഴിച്ചില്ലെങ്കിൽ, ആഹാരം സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ രാവിലെ ഒരു 12 മണി കഴിഞ്ഞാലേ എനിക്ക് വിശപ്പുണ്ടാകത്തുള്ളൂ ചായ കുടിച്ച് കഴിഞ്ഞാൽ. ഇത് ഇവിടുത്തെ പൂച്ചക്കുട്ടിയാണ്. സത്യത്തിൽ ഇവിടുത്തെ പൂച്ചക്കുട്ടിയല്ല, അപ്പുറത്തെ വീട്ടിലെയാണ്.
നമ്മൾ ആഹാരമൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കാം ഇവിടെ ഒന്ന് കയറിയത്. രാവിലെ തന്നെ നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ഉണരുന്നതിന് മുമ്പേ നമ്മളെ വിളിച്ചുണർത്തി ആഹാരം വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാനിവിടെ ഇന്നലെ കഴിച്ച പൊറോട്ടയുടെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കൊടുത്ത് അതൊക്കെ കഴിച്ച് വയറുത്തതിന് ശേഷം ഇനി അടുത്ത ഉറക്കമാണ്. അങ്ങനെ ഉറക്കത്തിനായിട്ടാണ് ആശാൻ പോവുകയാണ്.